അള്ളാഹുവിനെ ഏതൊന്നുകൊണ്ടാണോ വിളിക്കപ്പെടുന്നത് അതാണ് അള്ളാന്റെ ഇസ്മ. അപ്പൊ അള്ളാഹുവിനെ വിളിക്കാൻ എന്താ ഉപയോഗിക്കേണ്ടത്? അള്ളാന്റെ പേരുകൾ. അള്ളാഹുവിന്റെ പേരല്ലാത്ത ഒന്ന് അള്ളാഹുവിനെ വിളിക്കാൻ പാടില്ല. ഇപ്പൊ തമ്പുരാനെന്നോ അല്ലെങ്കിൽ ദൈവമെന്നോ ഗോഡെന്നോ ഹുദ എന്നോ ഇങ്ങനെയുള്ള വാക്കുകൾ അള്ളാഹുവിനെ വിളിക്കാൻ പാടില്ല. കാരണം അത് അള്ളാഹുട്ടതല്ല. അപ്പൊ അള്ളാഹുവിനെ വിളിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾക്കാണ് പേരുകൾ എന്ന് പറയുന്നത്. വഹിയല്ലത്തി ജാഅത്ത് ഫിൽ കിതാബി വസുന്ന. അള്ളാഹുവിന്റെ പേരുകൾ എന്ന് പറയുന്നത് നമ്മളോ വേറെ ആരെങ്കിലും ഉണ്ടാക്കുന്നതല്ല. ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ളതാണ്. ഖുർആനിലും സുന്നത്തിലും വന്ന പേരുകൾ എന്താണോ ആ പേരുകൾ മാത്രമേ അള്ളാഹുവിന്റെ പേരുകളാവുകയുള്ളൂ. വഹിയല്ലത്തി തഖ്തളി അൽ മദ്ഹ വസ്സനാഅ ബിനഫ്സിഹ. അള്ളാഹുവിന്റെ പേരുകൾ എന്ന് പറയുന്നത് ആ പേരുകൾ നമ്മോട് താല്പര്യപ്പെടുന്നു. എന്തിന്? ആ പേര് കേട്ട് ആ ഗുണം മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ പേരുള്ള ഈ ഗുണമുള്ള അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട്, മദ്ഹ് ചെയ്യേണ്ടതുണ്ട്, പ്രശംസിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടും.